നിൽക്കുമ്പോൾ BJP കുതിപ്പ് തുടരുകയാണ്. ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ മഹാരാഷ്ട്രയിൽ BJP സഖ്യം 216 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ലീഡ് 59 സീറ്റിലേക്ക് ചുരുങ്ങി. 13 മറ്റുള്ളവരും ലീഡ് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 145 സീറ്റുകളാണ് വേണ്ടത്. ലീഡിൽ കേവല ഭൂരിപക്ഷവും കടന്ന് BJP ശിവസേന NCP സഖ്യത്തിന്റെ മഹായുതി മുന്നണി കുതിക്കുകയാണ്. കർഷക മേഖലയായിട്ടുള്ള വിഭർവയിലെ 62 സീറ്റിൽ 40 ഇടത്തും BJP സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടേല തുടങ്ങിയ പ്രമുഖ BJP നേതാക്കളുടെ നാടാണ് വിദർഭ. ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും നാനാ പട്ടേല സഖേരിയിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/5 വരുന്ന വിർഭതിയിൽ ദലിത്, മറാത്ത, കുൻബി, മുസ്ലിം സമുദായങ്ങളുടെ ഗണ്യമായിട്ടുള്ള ജനസംഖ്യയുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഭരണകക്ഷി ആക്രമിക്കാൻ പ്രതിപക്ഷം MVA സംവരണം, MSP തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നാരായണൻ റാണയുടെ മകനും BJPയുടെ നിതീഷ് റാണെ കനക്വലിയിൽ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നിലാണുള്ളത്. ഇനി BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം ആദ്യ ലീഡുകളിൽ മുന്നേറുമ്പോൾ യഥാർത്ഥ സേന ഏതെന്നത് തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ അട്ടിമറിച്ചതായിട്ടാണ് കാണുന്നത്. ഇനി ഈ വർഷം ആദ്യമാണ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ സേന മത്സരിച്ച 15 സീറ്റുകളിൽ 7ലും വിജയിച്ചിരുന്നു. 21 സീറ്റിൽ 9 സീറ്റുകൾ നേടിയ താക്കറെ അപേക്ഷിച്ച് മികച്ച സ്ട്രൈക്ക് റേറ്റ് നേടിയിരുന്നു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള അജിത് പവാർ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരിലും ലീഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതേസമയം മഹാരാഷ്ട്ര നവനിർമാൺ സേനാ തലവൻ രാജ് താക്കറെയുടെ മകൻ അമിത് താക്കറെ മാഹി മണ്ഡലത്തിൽ പിന്നിലാണുള്ളത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അദാനിയും ഫലങ്ങളിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന് റാവത്ത് ആരോപിക്കുന്നുണ്ട്. നിങ്ങൾ മഹാവികാസ് അഘാഡിക്ക് 75 സീറ്റുകൾ പോലും നൽകിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഫലങ്ങൾ സംശയാസ്പദമാണ്. ഏക്നാഥ് ഷിൻഡെക്ക് 56 സീറ്റുകളിലും അജിത് പവാറിന് 20-ൽ കൂടുതൽ സീറ്റുകളിലും ലീഡ് ചെയ്യുക അസാധ്യമാണ്. ഇത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ വിധിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നും അവരുടെ ഹൃദയം എവിടെയായിരുന്നു എന്ന് എനിക്കറിയാമെന്ന് റാവത്ത് കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി കുതിപ്പ് തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ലീഡ് നില പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യം 49 സീറ്റുകളിലും NDA 30 സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ ലീഡ് പുറത്തു വന്ന് 288 സീറ്റുകളിൽ 220 ഇടത്തും NDA സഖ്യമാണ് മുന്നിലുള്ളത്. ഇതോടെ NDA അധികാരത്തിൽ എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യ സഖ്യം 57 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ പ്രമുഖ നേതാക്കളെല്ലാം മുന്നിലാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവരെല്ലാം മുന്നിലാണ്. ഒരിക്കൽ കൂടി ബരാമതിയിൽ അജിത്തിനെതിരെ നിർത്തിയ ശരത് പവാറിന്റെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി യുഗേന്ദ്ര പവാർ പിന്നിലായിട്ടുണ്ട്. മിലിന്ദ് ദിവേറെ, സിഷാന്ത് സിദ്ദീഖ്, ബാലാസാഹിബ് തൊറാട്ടി എന്നിവരും പിന്നിലാണ്. 288 സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. മഹാരാഷ്ട്രയിൽ പ്രധാന നേതാക്കൾക്കൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാകും പല പാർട്ടികളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത്. എന്നാലും ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് ഉള്ളത്.